ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മ്യൂസിക്കൽ നോട്ട്സ് എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഈ ചെടിക്ക് ഇങ്ങനെ പേര് വരാൻ കാര്യം, ഇതിൻ്റെ മുട്ടുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഫണിയിലൊക്കെ നമ്മൾ മ്യൂസിക്കൽ നോട്ട്സ് എഴുതുമല്ലോ, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മുട്ടുകൾ ഇരിക്കുന്നത്. ഇതിങ്ങനെ ചെറിയ കുലകളായിട്ടാണ് മുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. 2-3 ദിവസത്തിനകം വെച്ച് ഈ മുട്ടുകൾക്കെല്ലാം ഇങ്ങനെ നീളം വന്നിട്ട് അതിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മ്യൂസിക്കൽ നോട്ട്സ് നമ്മൾ എഴുതത്തില്ല, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മുട്ടുകൾ ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വിരിയുന്നതിന് മുന്നേ തന്നെ ഇതിങ്ങനെ ഈ രൂപത്തിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഈ ചെടികൾ ഒക്കെ എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ഒരു കെയറും വേണ്ടാതെ നമുക്ക് പെട്ടെന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളുടെ വേലിയായിട്ടൊക്കെ പച്ചവേലി എന്ന് പറയുമല്ലോ, പല പൂക്കളൊക്കെ നിറഞ്ഞ, അതായത് ചെമ്പരത്തി, ചെത്തി എന്നൊക്കെ മുതിരയൊക്കെ ഉപയോഗിച്ച് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വേലി കെട്ടുമായിരുന്നല്ലോ. അതിൻ്റെ പ്രധാന ഒരു ചെടിയായിരുന്നു ഇതെന്ന് പറയുന്നത്. കാര്യം ഇത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടൊക്കെ വളരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് വേലി കെട്ടാനൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ അധികം കാണാനില്ല. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ചെടിയാണ് ഇത്. സാധാരണ പൂക്കളൊക്കെ രാത്രിയിലാണല്ലോ വിരിയുന്നത്, അതുപോലെ തന്നെ ഈ ചെടിയും രാത്രിയിലാണ് വിരിയുന്നത്. പക്ഷേ ഏറ്റവും കഷ്ടകരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് രാവിലെ, അതായത് സൂര്യൻ്റെ ചൂട് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഈ പൂക്കൾ അപ്പോഴേ കൊഴിഞ്ഞു പോവുകയായിരുന്നു. മാക്സിമം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, രാവിലെ 8 മണി സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പൂക്കൾ മൊത്തം കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു കഷ്ടം തോന്നും ഈ ചെടിയുടെ കാര്യം. ഇത്ര ആയുസ്സില്ലാത്തതാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത്. പക്ഷേ കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്, അത് നമുക്ക് പറയാതിരിക്കാനേ പറ്റത്തില്ല. എന്തായാലും നല്ല ഒരു ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ നമുക്ക് ചെറിയ കട്ടിങ്ങുകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പുതിയ ചെടി പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെ വെച്ച് കഴിഞ്ഞാലും പുതിയ ചെടികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിന് പൂക്കളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചെറിയ സീഡൊക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആ സീഡ് ഉപയോഗിച്ച് നമുക്ക് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂവിൻ്റെയൊക്കെ തണ്ടിൻ്റെ ഒക്കെ നീളം കണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെ ഒരു 7:30 സമയത്ത് എടുത്ത വീഡിയോ ആണ്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഓരോന്നായിട്ട് പൊഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. എന്തായാലും നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് ഇത്. നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന പെരുവിലം എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽപ്പെട്ടതാണ്. ഈ വെള്ളപ്പൂവിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കേസരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് വയലറ്റ് കളറാണ്. ഈ ഒരു കേസരം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, തീരെ ആയുസില്ലാത്തൊരു പൂവാണെന്ന് തന്നെ പറയാം. ഈ മുട്ടുകളൊക്കെ കുറേ ദിവസം കൊണ്ടാണ് ഇങ്ങനെ നീളത്തിലൊക്കെ വരുന്നത്. പക്ഷേ പൂക്കൾക്ക് തീരെ ആയുസില്ലാതേ ഉള്ളൂ. ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അധികം കീടരോഗബാധയൊന്നും ഉള്ള ചെടിയല്ല. അധികം പറഞ്ഞ പോലെ വളത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. നമ്മൾ പിന്നെ പൊതുവേ ഈ ചെടിക്ക് പറയുന്നത്, മുട്ടുകളുണ്ടായി 2-3 ദിവസത്തിനകത്ത് വെച്ച് തന്നെ മഴയുണ്ടാകും എന്നാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. നമുക്ക് ഈ ചെടിയുടെ പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ എല്ലാം പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ പിന്നെയും അടുത്ത സെറ്റ് മുട്ടുകൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ പൂക്കളെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവമുള്ളത്. എപ്പോഴും നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോ ഫ്ലവറിങ് സീസൺ കഴിയുമ്പോഴും പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.